ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ട് ആരാൻ്റെ തൊടുവിലെ തോട്ടത്തിലെ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് എനിക്കറിയാം ഈ ഒരു കല്യാണം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ട് ആരാൻ്റെ തൊടുവിലെ തോട്ടത്തിലെ മാങ്ങ പറിക്കാനും ചക്ക പറിക്കാനും വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ ഇന്ന് വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അവനെ അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ഒരു വ്ളോഗ് കണ്ടു തുടങ്ങണമെന്ന് ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് കൊല്ലം ജില്ലയിലാണ്. കേരളത്തിൻ്റെ കാഷ്യൂ ക്യാപിറ്റൽ കൊല്ലം, അതായത് തിരുവനന്തപുരത്തിൻ്റെ തൊട്ട് മുകളിലുള്ള നമ്മൾ കൊല്ലം ജില്ലയിലെത്തിയിരിക്കുകയാണ്. മറ്റൊന്നിനല്ല, അസറുവിൻ്റെ കല്യാണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ കൊല്ലത്തെ നമുക്ക് വലിയ പിടിപാടില്ലാത്തൊരു ഏരിയയാണ്, നമ്മൾ അധികം വരാത്തൊരു പ്ലേസാണ്. ബട്ട് സ്റ്റിൽ അറ്റ് ദ മാക്സിമം ലെവൽ ഓഫ് പിടിപാട് വെച്ചിട്ട് നമ്മൾ അസറുവിൽ നിന്ന് നല്ലൊരു ഗ്രാൻഡ് എൻട്രിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അസറുവിൻ്റെ വിചാരം ഇപ്പോൾ ഒരു പോർഷേൻ്റെ വണ്ടി ഇപ്പോൾ വരും. അപ്പോൾ ആ വണ്ടിയാണ് അസറു. ഇന്നലെ എല്ലാവരും ഫസ്റ്റ് വ്ളോഗ് കണ്ടു കഴിഞ്ഞ് കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടത് ആ വണ്ടിയാണ് പുതിയാപ്പിള ഇറങ്ങാനുള്ള വണ്ടി എന്നുള്ള ചിന്താഗതിയിലാണ് അസറു ഇരിക്കുന്നത്. പക്ഷെ അതല്ല, അസറുവിന് വേണ്ടി ഹബീബ് പറഞ്ഞ പോലെ സാധനം നരിയാണ് പറഞ്ഞൊരു സാധനം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോളൂ. ഇച്ച വണ്ടീൻ്റെ അടുത്ത് നിൽക്കുമ്പം വണ്ടി ചെറുതായി. ഇച്ച അവിടെ നിന്ന് മാറുന്നാണി. എൻ്റെ മോനെ, ഇതാണ് ഹബീബ് പറഞ്ഞ പോലത്തെ സാധനം കേട്ടോ. ചില്ലറ സാധനമല്ല ഇറക്കിക്കണത്, കല്യാണത്തിന് വേണ്ടി ഒരു 1.5 സാധനം. ഇച്ച തരി ഇവിടെയാണ് അല്ലല്ല സുഖായില്ലേ മട. ആ ഭായ് ഇച്ച ചെറിയ വണ്ടി. ഇച്ച ഇങ്ങളെ സർവീസ് സെന്ററിലൊക്കെ ജോലിക്ക് കയറ്റിയാണല്ലോ സീനോ ഇച്ച. അതായതുണ്ടല്ലോ വേഗം കഴിയും, ഭയങ്കര ടൈം ആണ്. ലോറി ആപ്പ ലോറികളൊക്കെ ഉണ്ടല്ലോ, വേഗം ഇച്ച കഴിക്കും. തരി ഇച്ച തരി അതിനെ എന്നാ മോള് വേഗം കഴിക്കും. ഇവിടെ വന്നോ, 3 ആൾ നിന്ന് നോക്ക്. ഇവിടെ കിട്ടോ നിങ്ങളിവിടെ ഇടത്തര ഹൈറ്റ് വെച്ചിട്ട്. അപ്പം എയർടെലിന്റെ റേഞ്ച് കട്ട പോലെ ഉണ്ടാവും കാണുമ്പോ. ബാക്കി നടുബോഡി, അരബോഡി, ടയർ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പണികളാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വണ്ടി പൊളിഞ്ഞോ. അണ്ണൻ വന്നിട്ടോ. അണ്ണ നബിലണ്ണ. അപ്പം നബിലണ്ണൻ പുതിയാപ്പിളനെ ഇറക്കാനുള്ള കാറിൻ്റെ കോലം കണ്ടോളിട്ടോ. അപ്പം നബിലണ്ണൻ്റെ നബിലണ്ണ ഇപ്പോൾ ആകെ ഇരപ്പാക്കൂട്ടോ. അപ്പം നബിലണ്ണൻ്റെ വണ്ടി കണ്ടോളി. പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട് ഫോർട്ടാ പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇത് മാറ്റ് ബ്ലാക്ക് അല്ല കേട്ടോ വണ്ടി ഗ്ലോസിയാണ്. പുതിയാപ്പിള ഇറങ്ങാൻ വേണ്ടിയിട്ട് നബിലണ്ണൻ കൊണ്ടുവന്ന നമ്മളെ വണ്ടിയാണ്. അണ്ണ നബിലണ്ണ അണ്ണ നബിലണ്ണൻ. അപ്പോൾ ഇച്ച ഒരു സൈഡ് ഫുള്ള് കേക്കി കഴിഞ്ഞിരിക്കുന്നു. ഇച്ച ആ സൈഡ് എനിക്ക് തരി. എന്ത് അത് മനസ്സിലായി കേട്ടോ. അന്നാ ശരിയാക്കി തരാം. ഉണ്ടല്ലോ കേട്ടോ. വണ്ടി കണ്ടില്ലേ? വണ്ടി കണ്ടു. ഇത്ര പറഞ്ഞു. ഓൾറെഡി അത് അറിഞ്ഞു. അല്ല ചെക്കന്മാരോ പറഞ്ഞു. വണ്ടി പറഞ്ഞോ? അല്ല വേറെ ആരെങ്കിലും പറഞ്ഞോ? എക്സ്പ്രഷൻ വരാത്തേ. ഓക്കെ എന്നാ ഓക്കെ. അല്ല എല്ലാരും സൈസ് ആക്കിയോ? ഒക്കെ ഒരു മൂലക്കാക്കി റെഡി കൊടുത്തു പോകുന്നല്ലേ. ആ കാറ് കേക്കി തുടങ്ങിക്കോ. ഇതിപ്പോ കയ്യാനേക്കണേ. അല്ല നബീലും ബാസിലും കേക്കി. ജസീമേ അന്റെ ഖത്തറല്ലത്, വിശ്വനാഥന്റെ കൊച്ചി. ആ കൊച്ചി അല്ല, ഞാനേ നല്ല കട്ടച്ചളിയുള്ളത് ആദ്യം ഇറക്കണ്ടായിരുന്നു, പിന്നെ മാറ്റി ഇറക്കരുതി. ഇതല്ല അവിടെ നിങ്ങൾക്കറിയാം കേൾക്കാനുള്ള വണ്ടി ഉണ്ട്. ഇത് എനിക്ക് കേൾക്കാൻ പോലും ഞാൻ എത്ര നേരം ഇവിടെ നിൽക്കണോ. രാവിലെ തൊട്ടേ അറിയുമ്പോൾ ചളി എനിക്ക് അത് കേൾക്കാൻ വേണ്ടിട്ട് ചില്ലറ പരിപാടിയാണ്. അല്ലല്ല വണ്ടി ഒരു പൊടിക്ക് മുന്നേ കിട്ടാൻ സെറ്റായി. പൊടിക്ക് മുന്നോട്ട് ഇറങ്ങപ്പോ അണ്ണൻ ചാവി വാങ്ങാൻ പോയിട്ടോ. അണ്ണാ നബിലണ്ണ പൊടിക്ക് മുന്നോട്ട് ഇറങ്ങപ്പോ വേഗം കയറി ഇരുന്നിട്ടോ. അവിടെ കേക്ക് അല്ല കേക്കാണ്. ഇവിടെ ഗ്യാപ്പ് ഇട്ടില്ല ബായ്. അടി ബോഡി മക്കടി തുണി അത് കഴിയണം. കുറച്ചുകൂടി മുന്നിൽ കിടാൻ പറയും. അടി വെള്ളടി അരച്ചോ.
അർഷോ അങ്ങോട്ട് വല്ലടി അർഷോ. എടാ വല്ല പ്രഷർ കൊടുക്കല്ലേ, വല്ല പ്രഷർ കൊടുക്കല്ലേ. ജസീം മാറിക്കും മാറിക്കും. മതി ജസീമേ, മതി മതി. ഷാമ്പു വരുന്നുണ്ട്. ഷാമ്പു ആ ഒലക്കാവുണ്ടാകെ എന്റെ പേരത്തെ വണ്ടി പുള്ളിയാണ്. ഞാൻ അതിന്റെ ചളി എനിക്ക് ഇങ്ങോട്ട് ഇതിമ്മ കണക്കാൻ വയ്യ, അതുകൊണ്ട് പിടിച്ച് കേൾക്കുക. അല്ല ഈ ഏരിയ അതല്ലടാ, ഞാൻ ഇപ്പൊ ശീല തുടക്കും. ഇതീ കടിച്ചരച്ചോ മുണ്ടത് കേട്ടോ, പറയലിട്ടോ. അയ്യോ 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 ബാണ്ട ഇങ്ങക്കത് കേൾക്കാൻ വലിയൊരു വണ്ടിയതാ. തുണി ഇപ്പൊ തരാം, ഇത് തുണി മുറിച്ചു തരാൻ പറ്റില്ലല്ലോ. ഇവിടെ എന്ത് പോർഷെ, ഇവിടെ ടൊയോട്ട കിങ് അത്രേ ഉള്ളൂ. എന്താ സിമിന് എന്താ അറിയാ ആരൊക്കെ ശരിയാ, പക്ഷെ കിങ് ആരാ? അത്രേ ഉള്ളൂ, ഒരേ ഒരു രാജാവ്. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനൊരു എൻട്രി? പക്ഷെ എന്താ എന്നോട് ഈച്ചു പറഞ്ഞു. ആ ഈച്ചു പറഞ്ഞു, അസറുവിന് അറിയില്ലല്ലോ. എന്തേ അത് ഇന്നലെ ബ്യൂട്ടീഷ്യൻ ചെയ്തതാ, അത് പോയില്ല. ഇനി എന്താ വെച്ചാലേ ഞാൻ ഇന്ന വരെ ഒരു കല്യാണത്തിന് മേക്കപ്പ് ഇട്ടിട്ടില്ല, പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് ഞാൻ മേക്കപ്പ് ഇടാൻ പോവാണ്. ഇന്ന് ഫൗണ്ടേഷൻ ഒക്കെ ഇട്ടാലേ ഇന്ന് ഇപ്പൊ പാച്ചപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ല പക്ഷെ പറ്റെടുത്തുനിന്ന് കാണുമ്പോഴുള്ളൂ. ഇല്ല ഇന്ന് ഫാൻസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ അവിടെ നിൽക്ക ഫോട്ടോ, ഇവിടെ നിൽക്കരുത്. അപ്പൊ സുഹൃത്തുക്കളെ വണ്ടി കേക്ക് അവിടെ ഞാൻ കേൾക്കട്ടെ പ്ലീസ്. തരി പ്ലീസ്. വൃത്തിയാണേ? ആ പിന്നെ വൃത്തിയാക്കിട്ട് ഇനി ഇവിടെ വേറെ പരിപാടിയുള്ളൂ. ചാവി ഐക്രോസിന്റെ പവർ 10-15 ഐക്രോസിന്റെ. പക്ഷെ സാധനമുണ്ടല്ലോ, ഹബീബ് പറഞ്ഞ മാതിരി നരിയാണേ. ആരാ ഹബീബ്? നബിലണ്ണ നോക്കിക്കല്ല ഇമ ഓൾറെഡി എൻ്റെ വണ്ടി കേട്ടോ. ജെ കേക്ക് ജാണ് അതിൽ ഇറങ്ങണേ.